കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാനുള്ള സാവകാശം ദൈവം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നു മുതൽ ഒരു പുതിയ വിഷയമാണ് നമ്മൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ളതായ അധ്യായങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ കർത്താവിൻ്റെ മാളികമുറി പ്രഭാഷണം, അതാണ് ഇനി ദൈവം അനുവദിക്കുന്ന ചില നാളുകൾ ധ്യാനിക്കണം എന്ന് കരുതുന്നത്. ഇന്ന് ആ വേദഭാഗത്തേക്ക് കടക്കുവാൻ നമുക്ക് സമയം ഉണ്ടാകും എന്ന് കരുതുന്നില്ല. ആമുഖമായി ചില കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ വായിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ ആ മാളികമുറി പ്രഭാഷണമാണ്. തൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ചുള്ള കർത്താവിൻ്റെ സംസാരമാണ്. 4 അധ്യായങ്ങളിൽ ശിഷ്യന്മാരോട് ഒരുമിച്ചുള്ള സംഭാഷണവും, തുടർന്നുള്ള ഒടുവിലത്തെ 17-ാം അധ്യായം തൻ്റെ പിതാവിനോടുള്ള സംഭാഷണവുമായിട്ടാണ് നമുക്ക് അത് കാണുവാനായിട്ട് കഴിയുന്നത്. വരുന്ന ദിവസങ്ങളിൽ ആ വേദഭാഗങ്ങൾ ദൈവമക്കൾ വായിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഒന്ന് ധ്യാനിക്കുവാനായിട്ടാണ് ഇന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് ഒരു വലിയ ബോധ്യമുള്ളത്, നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ജാതികളുടെ ദേവന്മാരുണ്ട്. ബൈബിളിൽ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ദൈവത്തിന് മാത്രമുള്ളതായ, പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവത്തിന് മാത്രമുള്ളതായ ഒരു വലിയ പ്രത്യേകതയാണ് ആ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും തന്നെ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് ആഗ്രഹിക്കാത്തവർ ഇവിടെ ആരും കാണുകയില്ല. ദൈവമേ എന്നോട് ഒന്ന് സംസാരിക്കണമേ. ജീവിതത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ, പ്രതികൂലങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ, ഒറ്റപ്പെട്ടു പോകുന്നതായിരിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്, കർത്താവേ ഈ കാര്യത്തിൽ അങ്ങയുടെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്കും നാം ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ അറിയാം, എത്രയോ വട്ടം ഈ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടിരിക്കുന്നു. എത്രയോ തവണ ആ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് ആശ്വാസമായി തീർന്നിട്ടുണ്ട്, നമുക്ക് ധൈര്യമായിട്ട് തീർന്നിട്ടുണ്ട്, നമുക്ക് തെറ്റു തിരുത്തലിന് അത് കാരണമായിട്ടുണ്ട്, അത് പ്രചോദനത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ് എന്നുള്ളതാണ്. അത് നമ്മെ വളരെ ധൈര്യപ്പെടുത്തേണ്ട ഒന്നാണ്. ആ ദൈവത്തിന്റെ ശബ്ദം കൂടുതൽ കൂടുതൽ കേൾക്കുവാൻ, ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ആ ശബ്ദമൊന്ന് കേൾക്കുവാൻ, ആ ശബ്ദത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. നമ്മൾ കർത്താവ് പറഞ്ഞ ഒരു വാക്ക് ഈ തരുണത്തിൽ വരുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നാണ്.
അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യവും നാം ആഗ്രഹിക്കുന്ന കാര്യവും അവന്റെ ശബ്ദം നാം കേൾക്കണം, കർത്താവിന് നമ്മോട് സംസാരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, നമ്മോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ്. അവന്റെ ശബ്ദം കഴിഞ്ഞ നാളുകളിൽ, അവന്റെ പ്രഭാഷണങ്ങൾ, അവന്റെ വാക്കുകൾ നമുക്ക് എത്രയോ പ്രചോദനം നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യമായി തിരിച്ചറിയേണ്ടതായ ഒരു കാര്യമാണ്. നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്കറിയാം, അതിന്റെ ആരംഭത്തിൽ തന്നെ സൃഷ്ടികർമ്മമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ സൃഷ്ടികർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ എബ്രായ ലേഖന കർത്താവ് അതിന്റെ 11-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം രേഖപ്പെടുത്തുന്നത് എന്താണ്? അവിടെ വായിക്കുന്നത്, ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ സകല പ്രപഞ്ചവും ഉളവായത് എന്തിനാലാണ്? ദൈവം പറഞ്ഞതായ തന്റെ വാക്കിനാലാണ്. ദൈവം പറഞ്ഞ തന്റെ വാക്കിനാലാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ പരിശോധിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഉണ്ടാകട്ടെ എന്നുള്ളതായ ദൈവ ശബ്ദമാണ് എല്ലാം ഉളവാകുന്നതിന്റെ പിന്നിലുണ്ടായ കാരണം എന്ന് പറയുന്നത് നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അന്ന് വരെ ഏതെങ്കിലും ഒന്നുണ്ടാകുവാൻ, ഏതെങ്കിലും ഒരു വസ്തു അതിന്റെ പുറകിലുണ്ടായിട്ടില്ല. എന്നാൽ ദൈവമായവൻ തന്റെ അധരം തുറന്നു, അധരത്തിലൂടെ സംസാരിച്ചു, അതങ്ങനെ തന്നെ സംഭവിച്ചു. നാം പിന്നീട് തുടർന്ന് വായിക്കുമ്പോൾ അറിയാം, ദൈവം എന്താണോ കൽപ്പിച്ചത് അതങ്ങനെ സ്ഥാപിതമായി എന്നാണ് നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ ദൈവത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾക്ക് ഉള്ളതായിരിക്കുന്ന ആ വലിയ അധികാരം, അതിന്റെ വ്യാപ്തി അത് വളരെ വലുതാണ് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ നാം വായിക്കുന്നുണ്ട്, വെയിലാറിയപ്പോൾ ദൈവം ഏദൻ തോട്ടത്തിലേക്ക് നടന്നു വരുന്ന ശബ്ദം ആര് കേട്ടുവെന്നാണ്? ആദമും ഹവ്വയും അവർ കേട്ടു എന്നാണ്. ഞാൻ അവിടെ അവരുമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും സാധാരണ വേദ പഠിതാക്കൾ പറയാറുള്ള കാര്യം, വെയിലാറുന്നതായ സമയത്ത് എല്ലാ ദിവസവും തന്നെ ഈ ആദം ഹവ്വ ദമ്പതികളുമായി പിതാവായിരിക്കുന്ന ദൈവം വന്ന് എന്ത് ചെയ്യുന്നുവെന്നാണ്? അവർ തമ്മിൽ സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യം. അതിനു മുൻപ് തന്നെ നമുക്കറിയാം, നാം അവിടെ വായിക്കുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ത്രിയേക ദൈവം അവിടെ എന്ത് ചെയ്യുകയാണ്? അവരവിടെ മൗനമായിരിക്കുകയല്ല, ആ ത്രിയേക ദൈവം അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മുഴുവനും അവർ ഒന്നായിട്ട് നിന്ന് ആ പ്രവൃത്തി പദത്തിലേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചവനായ ദൈവമാണ് പിന്നത്തേതിൽ ആറുമ്പോൾ കൂൾ ഓഫ് ദ ഡേ എന്നാണ്. ആ വെയിൽ മങ്ങുന്ന സമയത്ത് പിതാവായിരിക്കുന്ന ദൈവം ഏദൻ തോട്ടത്തിലേക്ക് വന്ന് തന്റെ മക്കളുമായിട്ട്, ആദ്യം താൻ സൃഷ്ടിച്ചവരുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഒരനുഭവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ നിങ്ങോട്ട് നമ്മൾ നോക്കിയാൽ ഈ ദൈവത്തിന്റെ ശബ്ദം അല്ലെ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? ആ ശബ്ദം അവൻ നിർത്തിയിട്ടില്ല. ദൈവം ഇന്നും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആരോടൊക്കെയാണ് അവൻ സംസാരിക്കുന്നത്? വ്യക്തിപരമായിട്ട് അവൻ സംസാരിക്കുന്നു, കുടുംബങ്ങളോട് അവൻ സംസാരിക്കുന്നു, സമൂഹങ്ങളോട് അവൻ സംസാരിക്കുന്നു, അധികാരികളോട് അവൻ സംസാരിക്കുന്നു, രാജാക്കന്മാരോട് അവൻ സംസാരിക്കുന്നു. അവൻ ആരോടൊക്കെ സംസാരിക്കണമോ അവരോടെല്ലാം അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവൻ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. നാം അതിന് എത്രയോ അനുഭവസ്ഥരാണ്. എത്രയോ വട്ടമാണ് ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനുള്ളതായിരിക്കുന്ന വലിയ ഭാഗ്യം ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോ അതിന്റെ 33-ാം അധ്യായം 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, മോശയോട് അഭിമുഖമായി സംസാരിച്ചതുപോലെ
ദൈവം വേറെ ഒരാളോടും സംസാരിച്ചിട്ടില്ലെന്നാണ്. മോശയോട് ദൈവം അതിന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ പറയുമ്പോ ആണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പുറപ്പാട് പുസ്തകം അതിന്റെ ആരംഭിക്കുന്നതായ അധ്യായം മുതൽ തന്നെ ദൈവം ആരോട് സംസാരിക്കുന്നുണ്ട്? മോശയോട് ദൈവം സംസാരിക്കുന്നുണ്ട്. എത്രയോ വലിയ പദ്ധതികളെ കുറിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. ഇവിടെ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമല്ല, മരുഭൂമിയിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനപ്പുറത്ത് നടക്കേണ്ടതായ കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായിരിക്കുന്ന നിലയിൽ ദൈവം മോശയുമായിട്ട് സംഭാഷിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് ഒടുവിലാണ് മോശ തന്നെ പറയുകയാണ്, താനാണല്ലോ പുസ്തകങ്ങൾ എഴുതിയത്, താൻ തന്നെ പറയുന്ന വാക്കെന്താണ്? ഇതുപോലെ ദൈവം അഭിമുഖമായി സംസാരിച്ച വേറൊരു വ്യക്തി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അബ്രഹാം ദൈവവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇസഹാക്ക് ദൈവവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, യാക്കോബ് സംസാരിച്ചിട്ടുണ്ട്, യോസേഫ് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ എല്ലാം ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അഭിമുഖമായി നിന്ന്, ഫേസ് ടു ഫേസ് നിന്ന് ദൈവം മോശയോട് സംസാരിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോ നമ്മുടെ ദൈവം ആരാണ്? അവൻ നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ ശബ്ദം അത് കേൾക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ ദൈവം വ്യക്തിപരമായും കുടുംബങ്ങളോടും അതുപോലെ തന്നെ സമൂഹത്തോടുമൊക്കെ സംസാരിച്ചതായ ആ കാര്യങ്ങളെ തിരുവെഴുത്തുകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെ? ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് കയറി പോവാൻ ശ്രമിക്കുകയാണ്. ദൈവം ഇങ്ങനെ താൻ സംസാരിച്ചതായ ആ വാക്കുകൾ അതെന്തായിട്ട് മാറുകയാണ്? തിരുവെഴുത്തുകളായിട്ട് മാറുകയാണ്. അതാണ് തിമോത്തിയോസിന് പൗലോസ് എഴുതുമ്പോൾ പറയുന്നുണ്ട്, തിരുവചനമെല്ലാം എന്താണ്? ദൈവശ്വാസീയമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ് എന്ന് പറഞ്ഞാൽ ദൈവം ശ്വസിച്ചതാണ്, ദൈവം പറഞ്ഞതാണ്, തന്റെ വായിൽ നിന്നും വന്നതാണ്. പിന്നീട് എന്തായിട്ട് മാറിയത്? തിരുവെഴുത്തുകളായി മാറിയത്. ആ തിരുവെഴുത്തുകളിൽ നമ്മൾ വായിക്കുമ്പോൾ എത്രയോ വാക്കുകൾ കാണാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് നാം പ്രത്യേകിച്ച് പഴയ നിയമം വായിച്ചാൽ എത്രയോ ആവർത്തി അത് കാണുവാനായിട്ട് കഴിയും. എന്താ ഇത്? അതും കാണിക്കുന്നത് എന്താണ്? ദൈവം നമ്മോട് എത്ര കൃത്യമായിട്ടാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സംസാരം കൊണ്ട് മാത്രം അവസാനിപ്പിക്കുകയുമല്ല ദൈവം ചെയ്തത്. പിന്നെന്താ ചെയ്തേ? വാമൊഴിയായിട്ട് പറഞ്ഞത് വരമൊഴിയാക്കി മാറ്റി, അല്ലേ? അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നോ? അത് അറിയുവാൻ സാധിക്കുമായിരുന്നോ? ഇല്ല. എന്നാൽ അത് തന്റെ വിശ്വസ്ത ദാസന്മാരെ കൊണ്ട് ദൈവം എന്ത് ചെയ്യിപ്പിച്ചു? കാലാകാലങ്ങളിൽ അത് എഴുതിപ്പിച്ച്, ഇത് ദൈവത്തിന്റെ തിരുവെഴുത്താണ്, ഇത് എന്റെ വചനമാണ്. നാം 119 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ ഈ ദൈവവചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അപ്പൊ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവം സംസാരിച്ചതായ ആ തിരുവെഴുത്തുകളുടെ കോപ്പിയാണ് ദൈവം ഇന്ന് നമുക്ക് തന്നിട്ട്, ഇന്ന് ഇതിലൂടെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തിയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയേണ്ട കാര്യമാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. മാത്രമല്ല, ആ ദൈവം ഞാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ തിരുവെഴുത്തുകളുടെ ശക്തി എന്ന് പറയുന്നത് അത് അവർണ്ണനീയമാണ്. തിരുവെഴുത്തുകളുടെ ശക്തി, അല്ലെ? നാം എത്രയോ അത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ വായിക്കുമ്പോൾ നമുക്കൊരു പുതിയ നിയമത്തിൽ വളരെ പരിചയമായ ഒരു വാക്കാണ് എബ്രായ ലേഖനം 4:12. എന്താ വായിക്കുന്നത്? ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതുമായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, പിന്നെ പ്രാണനെയും ആത്മാവിനെയും വേർപെടുവിച്ചും വരെ
തുളച്ചു ചെല്ലുന്നത്. അപ്പോൾ അതിന്റെ ശക്തി എന്ന് പറയുന്നത് എവിടെയും കടന്നു ചെന്ന് പ്രവർത്തിച്ച് രൂപാന്തരം വരുത്തുവാൻ കഴിയുന്നതാണ്, അല്ലെ? അസ്ഥികളെ വരെ വേർപിടിവിക്കും വരെ തുളച്ചു ചെന്ന് ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ വിവേചിച്ച് പ്രവർത്തിക്കുവാൻ കരുത്തതാണ് എന്ത്? ആ ദൈവത്തിന്റെ വചനം. പഴയ നിയമത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ട്, ഈ ദൈവത്തിന്റെ വചനം പാറയെ അടിക്കുന്ന, പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയാണ്, അല്ലെ? പാറയെ പിളർക്കുന്ന ചുറ്റികയ്ക്ക് സമമാണ്. അത് ബലമുള്ളതാണ്. ആ ദൈവവചനത്തെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 100 വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആ ദൈവവചനം ചെയ്യുന്ന പ്രവൃത്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചുരുക്കി പറഞ്ഞാൽ ആ ദൈവത്തിന്റെ വചനം ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത് അത്ഭുതാവഹമാണ്. അത് നമുക്ക് വർണ്ണിക്കുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. ഓട്ടെ, എന്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയത് എന്താണ്? ഈ ദൈവത്തിന്റെ വചനമല്ലേ? ഈ ദൈവവചന കേൾവിയാണ് നമ്മിൽ രൂപാന്തരം വരുത്തിയത്. നമ്മിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ആഴങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. തികച്ചും നരകയോഗ്യനായിരുന്ന എന്നെ തികച്ചും സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റുവാൻ തക്കവണ്ണം ആ ദൈവത്തിന്റെ വചനം നമ്മിൽ എന്ത് ചെയ്തു? അത് വ്യാപരിച്ചു. അതിനേക്കാൾ അത്ഭുതകരമായിരിക്കുന്ന വേറൊരു പ്രവൃത്തി നമുക്ക് ദൈവവചനത്തിൽ നോക്കിയാൽ കാണാൻ കഴിയുകയില്ല. അത് എത്രയോ അതിശയകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ ഇങ്ങനെ പറയട്ടെ. ദൈവം ഈ മനുഷ്യരുമായിട്ട് സംഭാഷിച്ചു എന്ന് പറയുമ്പോ അതിന്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യന്റെ രൂപാന്തരമാണ്, അല്ലേ? എന്തിനാ ദൈവം ഈ പ്രമാണമൊക്കെ ഇവിടുത്തെ മൃഗങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല. ഇവിടുത്തെ പ്രകൃതി, സൂര്യനും ചന്ദ്രനും വേണ്ടിയിട്ടാണോ ഈ പ്രമാണങ്ങൾ? ദൈവം ഈ സംസാരിച്ചതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ആത്യന്തികമായി എന്റെ രൂപാന്തരത്തിന് വേണ്ടിയാണ്, മനുഷ്യരുടെ രൂപാന്തരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ചേർത്ത് ഇങ്ങനെ ഒരു വാക്ക് പറയട്ടെ. ഒരു പാപിയായിരിക്കുന്ന മനുഷ്യന് അവന്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ ഹിതപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ച് നിത്യത സ്വർഗത്തിലായിരിക്കുവാൻ തക്കവണ്ണമുള്ളതായ മുഴുവൻ ദൈവശബ്ദവും അടങ്ങിയതാണ് ഈ വിശുദ്ധ തിരുവെഴുത്ത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ വചനം, ദൈവത്തിന്റെ ഈ സംഭാഷണം പ്രഥമമായി ലക്ഷ്യമിടുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്, മനുഷ്യവർഗത്തിന് വേണ്ടിയാണ്. എന്നാൽ നാം ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, താൻ സൃഷ്ടിച്ചതായിരിക്കുന്ന കടല് അതിന്റെ ആ ഒരു അതിർ വെച്ചിരിക്കുന്നത് ലംഘിക്കാതെ നൂറ്റാണ്ടുകളായി തുടരുന്നുവെങ്കിലും ദൈവം വെച്ചതായിരിക്കുന്ന അതിരുകൾ മുഴുവൻ ലംഘിക്കുന്നത് ആരാണ്? ഈ മനുഷ്യനാണ്. ദൈവം ആരുമായിട്ടാണോ സംസാരിച്ചത്, ആർക്കു വേണ്ടിയിട്ടാണോ ദൈവം സംസാരിച്ചത്, ആ മനുഷ്യൻ തന്നെയാണ് സകല അതിരുകളും ലംഘിച്ച് നിയമരഹിതനായി ഇന്നിവിടെ ജീവിക്കുന്നത്. നിയമത്തിന് അതീതനായിട്ട്, നിയമലംഘികളായിട്ട് ഇന്ന് ജീവിക്കുന്ന ദുരന്തമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. അവന്റെ വാക്കുകളെ കുറിച്ച് നമുക്കറിയാം. അവന്റെ വാക്കുകളൊന്നും മാറുന്ന ദൈവമല്ല, വാക്ക് മാറാത്ത ദൈവം എന്നാണ് നാം വായിക്കുന്നത്. അതുപോലെ അരുളി ചെയ്തതുപോലെ തന്നെ അനുഷ്ഠിക്കുന്നവനാണ് ആര്? നമ്മുടെ ദൈവം. അത് നമ്മുടെ ദൈവത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അവൻ എന്തെല്ലാം അരുളി ചെയ്തിട്ടുണ്ടോ, വള്ളിക്കെങ്കിലുമോ പുള്ളിക്കെങ്കിലുമോ മാറ്റം കൂടാതെ അതെല്ലാം അങ്ങനെ തന്നെ നിവർത്തിച്ചവനാണ് നമ്മുടെ കർത്താവ്, അല്ലെങ്കിൽ ദൈവം എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അത് ഒരു ആമുഖം എന്ന നിലയിൽ ആ കാര്യം അങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന
ദൈവമാണ്. ആ ദൈവത്തിന്റെ ശബ്ദമാണ് അരുളപ്പാടുകളായി, തിരുവെഴുത്തുകളായി നമ്മുടെ കരങ്ങളിലേക്ക് ദൈവം തന്നിട്ടുള്ളത്. ദൈവത്തിന്റെ സംസാരത്തിന്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ രൂപാന്തരമാണ്. അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുവാൻ താല്പര്യപ്പെടുകയാണ്. ഇനി നമ്മുടെ പഠന ഭാഗത്ത് നാം കണ്ടത് എന്താണ്? മാളികമുറി പ്രഭാഷണം എന്ന നിലയിലാണ്. നമ്മുടെ കർത്താവിന്റെ സംഭാഷണങ്ങൾ നമുക്ക് പല നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപും താൻ സംസാരിച്ചിട്ടുണ്ട്, ഇല്ലേ? തന്റെ സംഭാഷണങ്ങൾ പ്രത്യേകിച്ച് തന്റെ 12-ാമത്തെ വയസ്സിൽ യെരൂശലേം ദൈവാലയത്തിൽ മാതാപിതാക്കളോട് ഒരുമിച്ച് പോകുമ്പോൾ അവിടെ ആ പീഠത്തിൽ ഇരുന്ന് അവിടെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് മുതൽ ഒടുവിൽ എന്റെ പ്രാണനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന ആ നിമിഷം വരെ, പിന്നത്തേതിൽ നാം വായിക്കുന്നുണ്ട്, പുനരുത്ഥാനം ചെയ്തതിനു ശേഷവും താൻ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു? സംസാരിച്ചുകൊണ്ടേ ഇരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുന്ന സമയത്ത് പ്രധാനമായിട്ടും 3 സംഭാഷണങ്ങളെ കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 3 പ്രധാനമായിരിക്കുന്ന പ്രഭാഷണങ്ങൾ. അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ചുരുക്കമായിട്ട് ഇന്ന് രാത്രി ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ പ്രഭാഷണം എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണമാണ്. രണ്ടാമത്തെ പ്രഭാഷണം എന്ന് പറയുന്നത് ഒലിവുമല പ്രഭാഷണമാണ്. മൂന്നാമത്തെ പ്രഭാഷണമാണ് നാം ധ്യാനിക്കുവാനും പഠിക്കുവാനും പോകുന്നതായ മാളികമുറി പ്രഭാഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രഭാഷണം ഗിരിപ്രഭാഷണമാണ്. അത് കർത്താവിന്റെ ആ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചിട്ട് അധികം കാലം കഴിയുന്നതിന് മുൻപ് തന്നെ ഉണ്ടായ ഒരു സംഭാഷണമാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ അത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലും ഈ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 49 വരെ വാക്യം, 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള വാക്യം. അതൊന്നും വിശദീകരിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ ആ ഗിരിപ്രഭാഷണത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഓരോ പ്രഭാഷണത്തിനും കർത്താവിന് എന്തുണ്ടായിരുന്നു? ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ നാം കണ്ടു കർത്താവിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ വാക്കുകൾ, അതിനെല്ലാറ്റിനും ഒരു വലിയ ലക്ഷ്യമുണ്ട്. എവിടെ സംസാരിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഒരു വലിയ ലക്ഷ്യം തന്റെ മുൻപിൽ ഉണ്ടായിട്ടുണ്ട്. എന്നതുപോലെ തന്നെ ഇവിടെയും ഒരു വലിയ ലക്ഷ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മറ്റൊരു വാക്യം കൂടെ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ വാക്യവും കൂടെ ഒന്ന് വായിക്കാം. ലൂക്കോസ് 6:36. അടുത്ത വാക്ക് 6-ാം അധ്യായം. നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ. അവിടെ ഗിരിപ്രഭാഷണത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും ലളിതമായ ഉത്തരമെന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വർഗീയ പിതാവ്
സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും. അപ്പോ ഗിരിപ്രഭാഷണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അനുഗമിക്കുവാൻ ഇഷ്ടപ്പെടുന്നതായ തന്റെ ശിഷ്യന്മാർ ആർക്ക് തുല്യരാകണം? പിതാവിന് തുല്യരാകണം എന്ന് പറഞ്ഞാൽ പിതാവിനെ പോലെ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാകണമെന്നല്ല, ആ സ്വർഗീയ പിതാവിലുള്ളതായ മുഴുവൻ ധാർമ്മികമായ ഗുണങ്ങളും എന്നെ അനുഗമിക്കുന്നവരിൽ ഉണ്ടാകണം. 5-6 അധ്യായങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം, ധാരാളം കാര്യങ്ങളുണ്ട്. ഞാനത് പഠന വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ആ കാര്യങ്ങളെല്ലാം തന്നെ കർത്താവ് നമ്മോട് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്റെ പിതാവ് എങ്ങനെ ഇരിക്കുമോ അതുപോലെ നിങ്ങളും ആയിത്തീരണം. ലൂക്കോസ് അതേക്കുറിച്ച് രേഖപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് മനസ്സലിവുള്ളവൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവേൻ. അപ്പോൾ ആ പിതാവിന്റെ സ്വഭാവം തന്നെ അനുഗമിക്കുന്ന ഓരോ വ്യക്തികളിലും ഉണ്ടാകണം എന്ന് കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ കാര്യം സംസാരിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അത് സംസാരിച്ച് കഴിയുമ്പോൾ 7-ാം അധ്യായത്തിന് 28, 29 വാക്യങ്ങൾ വായിക്കുന്നത്, ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. അപ്പോൾ തന്നെ അനുഗമിക്കുവാൻ ഇഷ്ടപ്പെടുന്നതായ ശിഷ്യന്മാരുടെ ഒരു ചെറിയ കൂട്ടത്തോടുകൂടെ ആ മലയുടെ മുകളിൽ ഇരുന്ന് സംഭാഷണം ആരംഭിച്ചതായ കർത്താവിന്റെ ചുറ്റിലും ആ പ്രസംഗം അവസാനിക്കുമ്പോൾ വലിയൊരു പുരുഷാരം തന്റെ ചുറ്റിലുമുണ്ട്. ആ പുരുഷാരം അത് കേട്ടിട്ട് പറയുന്ന കാര്യം എന്താണ്? ഇവന്റെ ഉപദേശം ഞങ്ങളുടെ ശാസ്ത്രിമാര് പറയുന്നത് പോലെയല്ല, പിന്നെയോ അധികാരം ഉള്ളവനായിട്ടത്രേ. അപ്പോൾ നാമും ഇത് കരുതുക. ഗിരിപ്രഭാഷണം എന്നുള്ള നമ്മുടെ കർത്താവിന്റെ പ്രഭാഷണങ്ങൾ, ആ വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അവൻ അധികാരത്തോടുകൂടെയാണ് അത് സംസാരിച്ചത്. ആ അധികാരത്താൽ പ്രയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? തന്നെ അനുഗമിക്കുന്നവർ ആരെ പോലെയാകണം? തന്നെ അനുഗമിക്കുന്നവർ പിതാവിനെ പോലെയാകണം. ആ അധികാരമാണ് അവൻ പറഞ്ഞത്. അവരുടെ ശാസ്ത്രിമാരും അവരുടെ ഉപദേശിമാരും ഒക്കെ പറഞ്ഞതുപോലെയല്ല. അവരൊക്കെ പറയുന്നുവെങ്കിലും ജീവിതത്തിൽ അത് പ്രമാണിക്കുന്നില്ല. വേറെ ഭാഗത്ത് നാം അത് വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ ഈ വാക്കുകൾ, അവന്റെ ഈ പ്രഭാഷണം ശ്രദ്ധിച്ചവർ പറയുന്ന വാക്കെന്താണ്? അധികാരത്തോടു കൂടെയാണ്. അവിടെ നാം വായിച്ചതുപോലെ അവന്റെ ഉപദേശത്തിൽ അവർ ആശ്ചര്യപ്പെടുവാൻ, വിസ്മയിക്കുവാനിടയായി ഇതുവരെ തങ്ങൾ കേട്ടിട്ടില്ലാത്തതുപോലുള്ള ഒരനുഭവത്തിലേക്ക് അവർ മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ഗിരിപ്രഭാഷണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതായിരുന്നു. തന്റെ സംസാരത്തിലൂടെ, ഈ ഉപദേശങ്ങളിലൂടെ പിതാവായ ദൈവത്തിന്റെ മുഴുവൻ ധാർമ്മികമായ മൂല്യങ്ങളും അടങ്ങുന്നതായ ഒരു ജീവിതമായിരിക്കണം വ്യക്തിപരമായും കുടുംബപരമായും സമൂഹപരമായും ഒരു വ്യക്തി ജീവിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അതിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി രണ്ടാമത് ഒലിവുമല പ്രഭാഷണമാണ്. ഒലിവുമല പ്രഭാഷണം അത് മത്തായിയുടെ സുവിശേഷം 24, 25 അധ്യായങ്ങളും, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായവും, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായവും, ഈ 4 അധ്യായങ്ങളിലാണ് ഒലിവുമല പ്രഭാഷണം എന്ന നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ പ്രഭാഷണത്തിനും ഒരു വലിയ ലക്ഷ്യമുണ്ട്. ഒരു പ്രഭാഷണം വെറുതെ അങ്ങ് കർത്താവ് പറഞ്ഞതല്ല അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ പ്രഭാഷണത്തിന്റെ ലക്ഷ്യം ഞാൻ ഇങ്ങനെ ചുരുക്കമായിട്ട് പറയാം. അവിടെ താന് മരിക്കുവാൻ പോകുന്നതിന് തൊട്ട് മുൻപായി യെരുശലേം ദേവാലയത്തെ സന്ദർശിക്കുമ്പോൾ അതെല്ലാം യെരുശലേം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗുരു, നോക്ക്, ഈ പണിയൊക്കെ എത്ര മനോഹരമായിരിക്കുന്നു.
അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത് എന്താണ്? ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ ശിഷ്യന്മാർക്ക് അറിയണം, എന്തറിയണം? അത് എപ്പോഴാണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് ആ ആലയം ഇടിഞ്ഞ് പൊടിഞ്ഞ് വീഴുന്നത്. അത് മാത്രമല്ല, അവരപ്പോൾ തന്നെ എന്റെ കൂട്ടത്തിൽ രണ്ട് കാര്യം കൂടെ ചോദിച്ചു. എന്താണ്? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണ്? അതുകൂടെ പറഞ്ഞു തരണം എന്ന് അവർ കർത്താവിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ശിഷ്യന്മാര് ഒരു സംശയം കർത്താവിന്റെ മുൻപാകെ വെച്ചപ്പോൾ ആ വലിയ സംശയത്തിനും ചോദ്യത്തിനും ഉത്തരമായിട്ടാണ് പിന്നെയുള്ളതായ ആ സംഭാഷണങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ നാം ആ അധ്യായങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുവാനായിട്ട് പോകുന്നത്, അഥവാ രാജ്യങ്ങളിൽ എന്തൊക്കെ ആണ് സംഭവിക്കുക, പിന്നെ അതുപോലെ മതങ്ങളിൽ ജാതികളിൽ എന്താണ് സംഭവിക്കുവാനായിട്ട് പോകുന്നത്, പിന്നെ പ്രകൃതിയിൽ കാലാവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ നാളുകളിൽ സംഭവിക്കുവാനായിട്ട് പോകുന്നത്, പിന്നെ മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുവാനായിട്ട് പോകുന്നത്. മനുഷ്യരിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമായി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചിട്ട് മുൻപോട്ട് പോകട്ടെ. അവിടെ കർത്താവ് പറഞ്ഞു, അധർമ്മം പെരുകും, അധർമ്മം പെരുകും, അതുകൊണ്ട് മനുഷ്യരുടെ സ്നേഹം കുറഞ്ഞു പോകും, തണുത്തു പോകും എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഈ കാലങ്ങളിൽ ആക്ഷരീകമായി അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യരിൽ പാപം അത് പെരുകുന്നു എന്ന് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞാൽ അത് 100% അതിനേക്കാൾ അപ്പുറത്തും എത്രയോ സത്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ സത്യം ഇന്ന് ജീവിക്കുന്ന നാമം അറിയണമെന്ന ലക്ഷ്യം ആർക്കുണ്ടായിരുന്നു? കർത്താവിന് അന്നുണ്ടായിരുന്നു. കർത്താവ് ഒരു കാര്യം പറയുമ്പോ തന്റെ മുമ്പിൽ ഇരിക്കുന്ന കേവലം 10-12 പേർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഏതൊരു നാളിലും തന്നെ വിശ്വസിച്ച് അനുഗമിക്കുന്ന ഏവരോടുമുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ ശബ്ദമാണ് താൻ പറഞ്ഞത്. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അതിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം, മതങ്ങളിൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം, പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ നാം അതിന്റെ ദുരന്തങ്ങളൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം അതിന്റെ താഴെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ഞാൻ വാക്യങ്ങളെടുത്ത് വായിപ്പിക്കാത്തത് അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ അതൊന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയുള്ളവർ ആയിരിക്കണമെന്നത് നാം അറിയണം. അത് കർത്താവിന്റെ ലക്ഷ്യമാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നാം അതിന്റെ 24-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം വായിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ഇത് ഒക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അങ്ങനെ ഇത് ഒക്കെയും നിങ്ങൾ കാണുമ്പോ, ഏതൊക്കെയും കാണുമ്പോ, നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ രാഷ്ട്രീയപരമായി നടക്കുന്നതിന്, മതപരമായി നടക്കുന്നതിന്, പ്രകൃതിയിൽ നടക്കുന്നതിന്, മനുഷ്യരിൽ നടക്കുന്നതിന്, ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? അവൻ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. അതിന്റെ തൊട്ട് മുൻപ് കർത്താവ് ഒരു വാക്കുകൂടെ പറഞ്ഞു, അത്തി തളിർത്ത് കാണുമ്പോൾ ഓർക്കുക, എന്ത്? വേനൽ അടുത്തു. അങ്ങനെ തന്നെ ഇതൊക്കെയും കാണുമ്പോൾ. ലൂക്കോസ് അതേക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അത്തി മുതലായ വൃക്ഷങ്ങൾ എന്നാണ്. അത്തി മാത്രമല്ല, മറ്റ് വൃക്ഷങ്ങൾ കൂടെ. ഏതൊരു വൃക്ഷം തളിർത്ത് കാണുമ്പോൾ അറിയാം അതിന്റെ പിന്നിൽ എന്ത് വരാൻ പോകുന്നുണ്ട്, ഒരു വേനൽ എന്നതുപോലെ ഈ പറയുന്ന രാഷ്ട്രീയപരമായി, മതപരമായി, പ്രകൃതിപരമായി, മനുഷ്യരിൽ എല്ലാം കാണുമെന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ അതിന്റെ താഴേക്ക് വായിക്കുന്ന സമയത്ത് 24-ന്റെ തുടർന്നുള്ള വേദവാക്യങ്ങളിലും 25-ാം അധ്യായങ്ങളിലുമായി
രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നത് നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. അതിന്റെ 44-ാം വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അതിന്റെ 45, എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കിവെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. യജമാനൻ വരുമ്പോൾ, അവിടെ ഒരു യജമാനന്റെ വരവിനെ കുറിച്ചാ പറയുന്നത്. നമ്മോടാ സംസാരിക്കുന്നത് കർത്താവ്. ഈ ഒലിവുമല പ്രഭാഷണത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്താണ്? യജമാനൻ വരുമ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞത്? എന്താണോ നിങ്ങളെ ഏൽപ്പിച്ചത് അത് ചെയ്ത് കാണണം. അതിൽ നിങ്ങൾ വ്യാപൃതരായിരിക്കുന്നത് കാണണം. ഇത് നമ്മോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. ഇന്ന് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ആ ശുശ്രൂഷകൾ ഇന്ന് യജമാനൻ വരുമ്പോൾ നമ്മിൽ കാണുമോ ഇല്ലയോ? യജമാനൻ വരുമ്പോൾ നമ്മുടെ വായിച്ചതുപോലെ വിശ്വസ്തനും ബുദ്ധിമാനുമായിട്ട് യജമാനൻ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് കാണുമ്പോൾ അവനാണ് ആര്? വിശ്വസ്തനായിരിക്കുന്ന ദാസൻ. അപ്പോൾ യജമാനൻ വരുമ്പോൾ നാം വിശ്വസ്തരായിട്ടിരിക്കണം. അതാണ് ഈ നാം വായിച്ചതുപോലെ ഒലിവുമല പ്രഭാഷണത്തിലൂടെ ദൈവം ലക്ഷ്യമിട്ട, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ലക്ഷ്യമിട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന്റെ ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകാം. എന്നാൽ താഴെ നമ്മൾ വായിക്കുന്നത്, ദുഷ്ടദാസന്മാർ എന്ത് ചെയ്യുന്നു? ഇപ്പോഴൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ അലസമായി ഉദാസീനതയോടുകൂടെ അവൻ കൂട്ടുദാസന്മാരെ അടിക്കുവാനും കുടിയന്മാരോടുകൂടെ തിന്നു കുടിപ്പാനും തുടങ്ങുന്ന ഒരു കാഴ്ച. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ അപകടകരമാണ്. ഈ നാളുകളിൽ ഒരുപക്ഷെ വേർപെട്ടു എന്ന് പറയുന്ന അനേകം കൂട്ടങ്ങളിൽ കാണുന്ന ദുരവസ്ഥ ഇതാണ്. യജമാനൻ ഏൽപ്പിച്ചതായിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കുക എന്നുള്ളതല്ല, ആ ചുമതലകളെ മാറ്റിവെച്ചിട്ട് ഇപ്പോഴൊന്നും യജമാനൻ വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്യോന്യമുള്ളതായിരിക്കുന്ന കടിപിടികളാണ്, അന്യോന്യമുള്ളതായിരിക്കുന്ന മത്സരങ്ങളാണ്, അന്യോന്യമുള്ളതായിരിക്കുന്ന യുദ്ധങ്ങളാണ് ഇന്ന് കണ്ടുവരുന്നത്. നാം അവിടെ വായിക്കുന്നുണ്ട്, കപടഭക്തിക്കാരോടുകൂടെ അവർക്ക് പങ്കു കിട്ടുന്ന. അവർക്ക് പങ്കു കൊടുക്കുന്നത് ആരോടുകൂടെയാണ്? കപടഭക്തിക്കാരോടുകൂടെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. നമുക്ക് ഇനി മത്സരിക്കാനുള്ള സമയമില്ല, തല്ലുകൂടാനുള്ള സമയമില്ല, ആരുമായിട്ടും മത്സരത്തിന് പോകാനുള്ള സമയമില്ല. കർത്താവ് എന്നെ ഏൽപ്പിച്ചതെന്താണോ, കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണോ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അവൻ വരുവാൻ എത്ര താമസിച്ചാലും വേണ്ടതില്ല. അവൻ താമസിക്കുന്നത് വരെ, അവൻ വരുന്നത് വരെ ആ കാര്യമങ്ങ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. 2:25 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു മണവാളൻ വരികയാണ്, അല്ലെ? മണവാളൻ വരികയാണ്. മണവാളൻ വരുന്ന സമയത്ത് നമുക്കറിയാം, അവിടുത്തെ കർത്താവ് പറഞ്ഞതിന് ലക്ഷ്യം എന്താണ്? നിങ്ങൾ ആരായിരിക്കണം? ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്ക് തെളിയിച്ചുകൊണ്ട്, വിളക്കിൽ എണ്ണയൊഴിച്ച് വിളക്ക് കത്തിച്ചു കൊണ്ടിരിക്കുന്നതായ കന്യകമാരെ പോലെ നിങ്ങളായിരിക്കണം. അതല്ലാതെ വിളക്കുണ്ട്, തിരിയുണ്ട്, പക്ഷെ എണ്ണയില്ലാത്ത നിലയിൽ അപ്പോ വരട്ടെ, അപ്പോ കാണാം എന്ന നിലയിലൊക്കെയുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ വാതിൽ അടയപ്പെടും. നാം അവിടെ വായിക്കുന്നത് പോലെ അവരെ വാതിൽ തുറക്കണമേ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നാണ്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്തൊരു ദുരന്തമായിരിക്കും അതല്ലേ? അതുകൊണ്ട് ഓർക്കുക, ദൈവം നമ്മിൽ ഓരോരുത്തരിലും പകർന്നു തന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ
ആ ആത്മാവിന്റെ ശബ്ദം ദിനംതോറും കേട്ട് ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ദൈവാത്മാവിനാൽ ജ്വലിപ്പിച്ച് ദൈവജനത്തിന് പ്രയോജനമുള്ളവരായി നാം നിൽക്കുക. അല്ലെങ്കിൽ കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അത് കർത്താവിന്റെ ഈ ഒലിവുമല പ്രഭാഷണത്തിന്റെ മറ്റൊരു ലക്ഷ്യമായിരുന്നു. മൂന്നാമത് നാം അവിടെ വായിക്കുന്നുണ്ട്, അതിന്റെ 25-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ പരദേശത്ത് പോയി. അവിടെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു എന്നാണ്. അവിടെയും ഒരു യജമാനൻ വരുന്നതിനെ കുറിച്ചാണ്. ഏൽപ്പിച്ചതായിരിക്കുന്ന താലന്തുകൾ എന്തു ചെയ്തു എന്നുള്ളതിന്റെ കണക്ക് ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് അവൻ വരുന്നത്. അവൻ വരുന്ന സമയത്ത് നാം കാണുന്നത് പോലെ വിശ്വസ്തനും നല്ലവനുമായ ദാസനെ എന്ന് പറഞ്ഞിട്ട് അധികത്തിന് അവനെ കാര്യവിചാരകനാക്കുന്ന യജമാനനെ നാം കാണുന്നു. എന്നാൽ ഒരുവൻ എന്താ ചെയ്തത്? എനിക്കതിനൊന്നും നേരമില്ല, എനിക്ക് വ്യാപാരം ചെയ്യാനൊന്നും മനസ്സില്ല, ആ കുഴിച്ചിട്ടേക്കാം, വരുമ്പോ അങ്ങ് എടുത്തു കൊടുത്താൽ മതിയല്ലോ. അവനെ കുറിച്ച് നമ്മൾ എന്താ വായിക്കുന്നത്? ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് പറഞ്ഞാണ് അവനെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നാം ആരും തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരൊറ്റ താലന്ത് പോലും എന്ത് ചെയ്യാൻ പാടില്ല? കുഴിച്ചു മൂടുവാൻ പാടില്ല. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അറിയപ്പെടുന്ന ശുശ്രൂഷയാകട്ടെ, രഹസ്യത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയാകട്ടെ, അത് ദൈവത്തിന് എന്ന പോലെ ചെയ്യുവാൻ നമുക്ക് ഇടയാകണം. ഇനി അതിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നത് നമ്മുടെ കർത്താവ് വരും എന്നാണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു, ഒരു യജമാനൻ വരും, ഒരു മണവാളൻ വരും, വീണ്ടും ഒരു യജമാനൻ വരുമെന്ന് നമ്മൾ കണ്ടു. ഈ 3 കാര്യങ്ങളും മുന്നറിയിപ്പുകളായി കർത്താവ് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, കർത്താവ് സകല വിശുദ്ധ ദൂതന്മാരുമായി ഇതാ അവൻ വരും. അവൻ വരുമ്പോൾ നാം അവിടെ വായിക്കുന്നുണ്ട് 2 കൂട്ടർ, ചെമ്മരിയാടുകൾ, അല്ലെ? ചെമ്മരിയാടുകൾ, അവരെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് വലത്തുള്ളവർ. പിന്നത്തേതിൽ അവരെ കുറിച്ച് പറയുന്നത് നീതിമാന്മാർ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വിശദീകരിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഞാൻ അതിന് തുനിയുന്നില്ല, പഠനഭാഗം അല്ലാത്തത് കൊണ്ട്. അവിടെ വായിച്ചതുപോലെ ചെമ്മരിയാടുകൾ അവർ വലത്തുള്ളവരാണ്, അവർ നീതിമാന്മാരാണ്. അവരോട് പറയുന്ന വാക്കെന്താണ്? പിതാവിന്റെ വലത്തുഭാഗത്ത് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ അവകാശമാക്കിക്കൊള്ളുവിൻ. എന്നാൽ കോലാടുകൾ, ഇടത്തുള്ളവർ, ശപിക്കപ്പെട്ടവർ, അവർക്കുള്ള ഓഹരി എവിടെയാണ്? പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറഞ്ഞ് അവരെ തള്ളിയിടും എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് നിത്യദണ്ഡനം, മറുഭാഗത്ത് നിത്യജീവൻ. ഇവിടെയും നമുക്കുള്ള മുന്നറിയിപ്പ് ഇത് തന്നെയാണ്. യജമാനൻ അല്ല, നമ്മുടെ കർത്താവ് വരുമ്പോൾ നാം ചെമ്മരിയാടുകളെ പോലെ വലത്തുള്ളവരായി നീതിമാന്മാരായി നമുക്ക് ജീവിക്കുവാൻ എല്ലാ കടപ്പാടും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഈ വലിയ ലക്ഷ്യമാണ് ആ മലമുകളിലെ അല്ലെങ്കിൽ ഒലിവുമലയിലെ പ്രഭാഷണം കൊണ്ട് നമ്മുടെ കർത്താവ് ലക്ഷ്യമാക്കിയത്. ഗിരിപ്രഭാഷണത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു, അതുപോലെ തന്നെ ആ മലമുകളിലുള്ളതായ ഒലിവുമലയിലെ പ്രഭാഷണത്തിനും അതിൻ്റെതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ധ്യാനിക്കുവാനും പഠിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമ്മൾ ആ മാളിക മുറിയിലേക്ക്, അതിന്റെ വാതിലിലേക്ക് ഒന്ന് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനി അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ നാം ആ വിരിച്ചൊരുക്കിയ ആ വൻമാളികയിലേക്ക് കർത്താവിനോടൊരുമിച്ച്, തന്റെ ശിഷ്യന്മാരോടൊരുമിച്ച് നമ്മളൊന്ന് പ്രവേശിച്ച് കർത്താവിനോട് കൂടെ ഇരുന്ന് നാമും ചില കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.